നമ്മുടെ ഇപ്പം റീസെന്റ് നടന്ന എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ മന്തിൽ നടന്ന എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ച ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഹായ്, RRB റെയിൽവേ, നമ്മുടെ റെയിൽവേയുടെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ 2025-2026 നമുക്ക് വരാനുള്ള സമയമായി. നമ്മുടെ RRBയുടെ കലണ്ടർ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ ലാസ്റ്റോടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സെപ്റ്റംബർ ലാസ്റ്റോടോ ഒക്ടോബറോടോ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലോ, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആണെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഒക്ടോബറിലോ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ NTPCയുടെ ഗ്രാജുവേറ്റും ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാമും, അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്, നമ്മുടെ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാമും. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വേരിയസ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ആ പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഓരോ പോസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ്, ലൈക്ക് എന്താ അതിൻ്റെ ജോബ് റോള്, എന്താ സാലറി, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത വീഡിയോസ് ഒക്കെ തന്നെ ചാനലുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ആ വീഡിയോസ് ഒക്കെ തന്നെ കാണാവുന്നതാണ്. ആൻഡ് ചാനലും ഫോളോ ചെയ്യുക. ഫ്യൂച്ചറിൽ ഈ NTPC എക്സാമിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതെല്ലാം തന്നെ ഈ ചാനൽ വഴിയാണ് നിങ്ങൾ വരെ എത്തിക്കുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ റെയിൽവേ എക്സാംസിന് വേണ്ടി ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഈ വരാതിരിക്കുന്ന എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ കാര്യത്തിനെ കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ എക്സാംസിൽ മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കിട്ടാറുണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. കമ്പയർ ടു SSC ബാങ്ക് എക്സാംസ് വെച്ച് നോക്കും. ഇപ്പോൾ SSC എക്സാംസ് ഒക്കെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 1.5-2 മാസത്തിനകത്ത് എക്സാം കാണും. ബാങ്കൊക്കെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു 1-1.5 മാസത്തിൻ്റെ അകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം കാണും. പക്ഷേ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന് പിന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം തന്ന് പിന്നെ ഒരു 2 to 3 months എങ്കിലും നമുക്ക് സമയം കിട്ടിയതിന് ശേഷമേ എക്സാം നടക്കാറുള്ളൂ. സോ എങ്ങനെയുള്ള 5 മാസത്തോളം നമുക്ക് സമയം കിട്ടും. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നൊരു എക്സാമാണ് റെയിൽവേ എക്സാം. നമ്മുടെ SSC ആണെങ്കിലും ബാങ്ക് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നൊരു എക്സാം. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുന്ന കാര്യമില്ല. നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് ഓൾറെഡി റെയിൽവേ തന്നെ അതിൻ്റെ കലണ്ടർ വഴി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതിനുശേഷം നോട്ടിഫിക്കേഷൻ ഇറക്കിയതിന് ശേഷം മാത്രമേ പഠിച്ചു തുടങ്ങത്തുള്ളൂ എന്നൊരു ആംഗിൾ ഒരിക്കലും ആയിരിക്കില്ല. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് അവർക്ക് വേണ്ടി, നേരത്തെ പഠിച്ചു തുടങ്ങിയവർക്ക് വേണ്ടി, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, ആൻഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ, പഠിച്ചു തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും നമ്മുടെ റെയിൽവേയുടെ റീസെന്റ് നടന്ന എക്സാം, ലാസ്റ്റ് 3 months നമുക്കറിയാം ഈ റെയിൽവേയുടെ NTPC എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിളിച്ച എക്സാംസിൻ്റെ ഒക്കെ എക്സാം നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് 3 to 4 months ഇടയ്ക്ക് വെച്ച് നടന്നത്. അപ്പോൾ ആ എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയാസ് വെച്ചുകൊണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം, ചാപ്റ്റേഴ്സ്, ആ ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയാസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്, എവിടെ നിന്നാണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഏതിനു വേണ്ടി നമുക്ക് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ലൈക്ക് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NTPC 2025-26 എക്സാംസിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ലപോലെ പഠിക്കുക. ലൈക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കുറെ കൂടി ബെറ്റർ ആയിട്ട് ആ ഒരു ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരായാലും നിങ്ങൾ ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ആ ഒരു ഏരിയാസ് കൂടുതൽ ആദ്യമേ നല്ലപോലെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ജസ്റ്റ് ചുമ്മാ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ പേരല്ല, എക്സാക്ട് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റിൻ്റെ എണ്ണം അടക്കം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫ്യൂച്ചർ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ അതിനെ നല്ലപോലെ യൂസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് മൊത്തം ചെക്ക് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് ആ ഒരു നമ്പേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ഇതിലേക്ക് നമുക്ക് പോവാം, ഡിസ്കഷനിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ RRB NTPC എക്സാം അതിപ്പം ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും നമുക്ക് ആ എക്സാംസ് നടക്കുന്നത്
നമുക്ക് 2 ഫേസിലായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം അതുപോലെ CBT 2ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2ഉം. അപ്പോൾ അതിൽ രണ്ടിലും നമുക്ക് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് മാത്സ്, റീസണിങ്, GK ആണ് നമുക്ക് വരുന്നത്. നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ NTPCയുടെ CBT 1 ഫസ്റ്റ് ഫേസ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നത്. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. മാത്സും റീസണിങ് 30 ക്വസ്റ്റ്യൻ വെച്ചും നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 40 ക്വസ്റ്റ്യൻ, മൊത്തം 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ് ആണ് നമുക്കവിടെ വരുന്നത്. 1.5 മണിക്കൂർ, നമുക്ക് 90 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ CBT 2 നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല, അതേ നേരത്തെ പഠിച്ച ഏരിയ തന്നെ പഠിക്കാനുള്ളത്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് വരാൻ പോകുന്നത്. അതിൻ്റെ ആ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ 100 ഉള്ള സ്ഥലത്ത് ഇപ്പം 120 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും എന്ത് ചെയ്തു, നമ്മുടെ മാത്സും റീസണിങ്ങും ഏരിയയിൽ 5-5 ക്വസ്റ്റ്യൻ വെച്ച് കൂടി. അതിന് നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഏരിയയിൽ ഒരു 10 ക്വസ്റ്റ്യൻ കൂടി. അതിന്റെ നമ്മുടെ മാർക്കും അതേപോലെ തന്നെ 1 മാർക്ക് വെച്ച് തന്നെയാണ് 120 ക്വസ്റ്റ്യൻ, 120 മാർക്ക്. പക്ഷെ ടൈമിൽ ഒരു വ്യത്യാസവും ഇല്ല. ക്വസ്റ്റിന്റെ എണ്ണം 20 ക്വസ്റ്റ്യൻ കൂടി എന്ന് പറഞ്ഞാലും നമ്മുടെ സമയം നേരത്തെ ഉള്ള 1.5 മണിക്കൂർ തന്നെയാണ് ഇപ്പോഴത്തെയും സമയം. അതേ 1 hour 20 minutes അല്ലെങ്കിൽ 1 hour 30 minutes അല്ലെങ്കിൽ നമ്മുടെ 90 minutes എന്നുള്ള ടൈമിൽ തന്നെയാണ് നമ്മുടെ ഈ എക്സാമും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഒരിക്കലും ഫസ്റ്റ് എക്സാം കഴിയട്ടെ എന്നിട്ട് രണ്ടാമത്തെ എക്സാം അങ്ങനല്ല. 2 എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കത് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിൽ തന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ നിങ്ങൾ ക്വസ്റ്റിൻ്റെ ലെവൽ കുറച്ചുകൂടി കൂട്ടിയാണ് ഫസ്റ്റ് എക്സാമിൽ ചോദിച്ചാൽ പോലും നിങ്ങൾ ലെവൽ 2 വേണ്ടി കൂടി സെക്കൻഡ് എക്സാമിന് വേണ്ടി കൂടി നിങ്ങൾ കുറച്ചുകൂടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻ കേസ് ക്വസ്റ്റിൻ്റെ ലെവൽ ഒന്ന് കൂടി വന്നാലും നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം, പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. 2 എക്സാമിൽ ഒരേ സാധനം പഠിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കത് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം എളുപ്പമാണെങ്കിൽ അത്രയും നല്ലത്. എളുപ്പമല്ല, കുറച്ചും ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ അത് എഴുതാനും റെഡി ആയിരിക്കും. നിങ്ങൾക്ക് അതൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യത്തില്ല അവിടെ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പയർ CBT 1 ആൻഡ് CBT 2 ടുഗദർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 2 കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സിലബസ് ഒക്കെ സെയിം ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏരിയ ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ക്വസ്റ്റിന്റെ ലെവലിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് Tier 2 മാത്രമല്ല Tier 1 ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം നമുക്ക് ചിലപ്പോൾ കുറവായിരിക്കും. എന്നാൽ യൂഷ്വലി CBT 1 നടക്കാൻ നമുക്ക് ഈ പറയുന്ന പോലെ സമയം കുറച്ച് എടുത്താണ് നടക്കുന്നത്. പക്ഷേ CBT 2 നമ്മുടെ റിസൾട്ട് വന്ന ഒരുപാട് സമയം എടുക്കാറില്ല, പെട്ടെന്ന് തന്നെ എക്സാം നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പഠിക്കാൻ കിട്ടുന്ന സമയം കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ CBT 1 കഴിയുമ്പോൾ നമുക്ക് ഫുൾ കോൺഫിഡൻസിൽ CBT 2 വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് ആ ഏരിയ ഇംപ്രൂവ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് തന്നെ പോവുക. CBT 1 കഴിഞ്ഞിട്ട് CBT 2 കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്സ് പിന്നെ പ്രിപ്പയർ ചെയ്യാം എന്നൊരു ആംഗിൾ കീപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ട ഏരിയകളിലേക്ക് നമുക്കൊന്ന് വരാം. ബിക്കോസ് നമുക്ക് ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത്, എവിടെ നിന്നാണ് ക്വസ്റ്റൻസ് കുറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എവിടെ നിന്നാണ് ടോപ്പിക്സ് ക്വസ്റ്റൻസ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ആണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ തന്നെ കൊടുത്തേക്കുന്ന സിലബസ്. അതിനെ കുറച്ചുകൂടി അവരൊരു പാരഗ്രാഫ് പോലാണ് കൊടുത്തേക്കുന്നത്, കുറച്ച് റാൻഡം ആയിട്ട്. നമ്മൾ അതിനെ കുറച്ചുകൂടി വൃത്തിയായിട്ട് പ്രോപ്പർ അതിനെ അറേഞ്ച് ചെയ്യേണ്ടി അതേ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്സ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ അരിതമാറ്റിക് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, മെൻസുറേഷൻ എന്ന് പറയുന്ന അഡ്വാൻസ് മാത്സിന്റെ ഏരിയാസ് ഉണ്ട്. പിന്നെ നമ്മൾ യൂഷ്വലി റീസണിംഗിൽ കാണുന്ന ക്ലോക്ക്, കലണ്ടർ എന്ന് പറയുന്ന ഒരു ഏരിയാസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാം ആ ഒരു ഏരിയാസ് മൊത്തം എന്താണ്, അരിതമാറ്റിക് ടോപ്പിക്സ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആ ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഏരിയ ആണ് മാത്സ്, എൻ്റെ സബ്ജക്റ്റ് ആണ് മാത്സ്. അപ്പം നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് തന്നെ നമുക്ക് ആദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് മാത്സിന്റെ ഏരിയ ആയതുകൊണ്ടുകൂടി ഞാൻ മാത്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫാക്കൽറ്റി ആയതുകൊണ്ടുകൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തരാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയും എനിക്ക് തോന്നുന്നു മാത്സിന്റെ ഏരിയ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫിൽ എന്താ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ റീസെന്റ് നടന്ന RRB NTPC എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ RRB NTPC 2024-25 നമ്മുടെ ഈ ജൂൺ മന്തിൽ നടന്ന എക്സാം, ആ ജൂൺ മന്തിൽ നടന്ന എക്സാമിന്റെ
നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്റേഴ്സും അതിൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണവുമാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക എത്ര ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. 47 ഷിഫ്റ്റിൽ എക്സാം നടന്നത്, 47 ഷിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇമ്പോർട്ടന്റ് ഏരിയ അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ 47നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ 47 ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഓരോ ചാപ്റ്ററിൽ നിന്നും 47 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് വന്നാലും 47 ക്വസ്റ്റ്യൻ വരണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് നോക്കിക്കേ എവിടേക്കാണ് 47നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കിപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 47നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ നമ്പർ സിസ്റ്റം ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് ചോദിച്ചേക്കുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്പർ സിസ്റ്റം ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം ചാപ്റ്ററിൽ നമുക്ക് 193 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആംഗിളിൽ പഠിക്കുകയാണെങ്കിൽ 47 നിങ്ങൾ 50 എന്ന് വിചാരിച്ചു, അങ്ങനെയാ മൊത്തം 50 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി ഏകദേശം 4 ഇരട്ടി ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ, ഇൻറ്റു 4. അപ്പോൾ ആ നമ്പർ സിസ്റ്റം അത് ആക്ച്വലി സിംപ്ലിഫിക്കേഷൻ കൂടി ഇൻക്ലൂഡ് ആവും. പക്ഷെ എന്നാലും 2 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷനും 2 ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റം പിടിച്ചാൽ പോലും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 4 ക്വസ്റ്റ്യൻസ് വെച്ച് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ അതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ നമ്മുടെ HCF LCM ആണെങ്കിലോ ഒരു ഇൻറ്റു 1 എന്നേ പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാ ഷിഫ്റ്റിലും ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വെച്ച് വന്നു, ഏതോ 2 ഷിഫ്റ്റിൽ ഓരോരോ ക്വസ്റ്റ്യൻ കൂടുതൽ വന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം എല്ലാ ഷിഫ്റ്റിലും നമുക്കൊരു 2 ക്വസ്റ്റ്യൻ വെച്ചാണ് വന്നിട്ടുള്ളത്. ചില ഷിഫ്റ്റിൽ 3 പോയിട്ടുണ്ടെങ്കിലും അത് വളരെ കുറച്ച് ഷിഫ്റ്റിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻ വെച്ച് 2.5 3 പറയേണ്ടി വരും. എന്നാലും ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് അവിടെയും ചോദിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ ഏജസ് നോക്കിയാലോ നമുക്ക് എത്ര ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു പകുതി ഷിഫ്റ്റിൽ പോലും ഏജസിന്റെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ഷിഫ്റ്റിന് പോലും പറയാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഹാഫ് എന്ന് പറയാൻ തൽക്കാലത്തേക്ക്. അപ്പോൾ ഹാഫ് ഓഫ് ദി ഷിഫ്റ്റ് മാത്രമേ ഏജസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഗൈൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമുക്കിവിടെ നോക്കി കാണാം ഏകദേശം ഒരു എന്താ പറയുക ഒരു 3 ഇരട്ടി ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം ഒരു 3 ടൈംസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അടുത്ത നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ചാപ്റ്ററോട് ചേർത്ത് നോക്കിയാലും എനിക്ക് പറയാൻ പറ്റും നമുക്ക് ഏകദേശം ഇരട്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ഡബിൾ ക്വസ്റ്റ്യൻസ് ഒരു ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ വെച്ച് വന്നു എന്ന് പറയാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും വന്നിരിക്കുന്നത്. ബാക്കിയുള്ള പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ട്. ട്രെയിനും ബോട്ടിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ടെന്ന് പറയാം. ടൈം ആൻഡ് വർക്കിൽ നിന്ന് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വെച്ച് വന്നു എന്ന് പറയാം. നമ്മുടെ പൈത്തൺ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടൈം ആൻഡ് വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ കുറഞ്ഞപ്പോൾ പൈത്തൺ സിസ്റ്റം ക്വസ്റ്റ്യൻ ഇച്ചിരി കൂടിയിട്ടുണ്ട്. പക്ഷേ രണ്ടും ഏകദേശം ഒരേപോലത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആണ് മറ്റേ ചാപ്റ്റർ. സോ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ പാർട്ട്ണർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ കാണും 11 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 4-1 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പിന്നെ ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഏകദേശം 2 ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഓൾജിബ്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഷിഫ്റ്റിനകത്ത് 3 ക്വസ്റ്റ്യൻ വെച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അഗൈൻ ട്രിഗ്നോമെട്രി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രിഗ്നോമെട്രിയും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് നമുക്ക് വന്നേക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും കൂടി ചേർത്ത് നമുക്കറിയാം ട്രിഗ്നോമെട്രിയും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസും ഒന്നും മറ്റേന്റെയും കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് രണ്ടും കൂടി ചേർത്ത് വന്നേക്കുന്നത് എന്ന് നമുക്ക് പറയാം. പിന്നെ അഗൈൻ നമ്മുടെ മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നമുക്ക് ഏകദേശം 2 ക്വസ്റ്റ്യൻ 2.5 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയേണ്ടി വരും. ആ രീതിയിലാണ് നമുക്ക് ചോദിച്ചേക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അഗൈൻ ജോമെട്രി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ചാപ്റ്റർ ജോമെട്രി അല്ല കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഒരു ഷിഫ്റ്റിന്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ വെച്ച് പോലും വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്രോക്സിമേറ്റ്ലി 1 എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം 47 33. അപ്പൊ ഒരു ഷിഫ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വെച്ച് കുറച്ച് ഷിഫ്റ്റിൽ മാത്രമേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിന്റെ ഓർഡർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം ഫ്യൂച്ചറിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ റീസെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എന്താ പറയുക ഒരുപാട് നാൾ മുമ്പ് നടന്നൊന്നുമല്ല. ഇപ്പം റീസെന്റ് ഒരു 3 മാസം മുമ്പ് നടന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ
നമ്മൾ അടുത്ത അതിന് മുമ്പുള്ള NTPC എക്സാം നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഈ 2020-21 കോവിഡ് സമയത്ത് നടന്ന ആ ഒരു NTPC എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് സംതിങ് 141 ഷിഫ്റ്റിലാണ് എക്സാം നടന്നത്. അത്രയും മാത്രം ഷിഫ്റ്റിലാണ് എക്സാം നടന്നത്, കോവിഡ് സമയം കൂടി ആയതുകൊണ്ട്. അപ്പൊ അന്ന് അത്രയും ഷിഫ്റ്റി ക്വസ്റ്റ്യൻ എക്സാം നടന്നപ്പോൾ അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റിന്റെ ഒരു ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്പർ സിസ്റ്റം ആ ഒരു ഫ്രാക്ഷൻസ് ആ ഒരു ഏരിയ അവിടുന്ന് നമുക്ക് നേരത്തെ ഇപ്പം നടന്ന എക്സാമിലും അന്നും വളരെയധികം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ പെർസെൻറ്റേജും റേഷ്യോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 55 ക്വസ്റ്റിനും, അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒക്കെ ചാപ്റ്റർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 131 ക്വസ്റ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുമ്പിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെൻസുറേഷൻ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു മെൻസുറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. നോക്കിയേ മെൻസുറേഷനിൽ നിന്നും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നേരത്തെ 2020-21 നടന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ചാപ്റ്ററിനൊക്കെയുള്ള ഇമ്പോർട്ടൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 3 ദിവസം മുമ്പ് നടന്ന എക്സാമിലും ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ NTPC എക്സാമിനൊക്കെ കുറേ നാൾക്ക് മുമ്പേ നമ്മൾ ഈ ഒരു ഗ്രാഫ് കാണിച്ച് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അന്ന് എടുത്ത് പറഞ്ഞ 2 ചാപ്റ്റർ ആയിരുന്നു നമ്പർ സിസ്റ്റവും മെൻസുറേഷനും. ഇപ്പം നടന്ന എക്സാമിലും അത് അതേപോലെ തന്നെ സംഭവിച്ചു. ഇൻഫാക്ട് നമ്പർ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം വന്നു. നമ്മുടെ ഡിവിസിബിലിറ്റി റൂള്, പ്രൈം നമ്പേഴ്സ് 29, 41, 43, അങ്ങനെയൊക്കെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ അടക്കമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പേരും ഡിവൈഡ് ചെയ്തൊക്കെ ആൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഒരു റൂളിന്റെ ഒക്കെ ആ ഒരു എന്താ പറയുക ഡിവിസിബിലിറ്റി റൂൾ അറിയാവുന്ന ഒരാൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. എനിക്ക് അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് മാത്സിന്റെ ഒരു ഏരിയയെ കുറിച്ച് ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ച് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതും ആൻഡ് അവിടുന്ന് ഏകദേശം ഏതൊക്കെ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളോട് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഓൾറെഡി പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പം നമ്മൾ കാണിച്ച ആ ഗ്രാഫ് വെച്ചുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിനെ ആദ്യം ലിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർ നിങ്ങൾ പഠിച്ച് പോകുമ്പോൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞ ചില ചാപ്റ്റേഴ്സിന് കൂടുതൽ സമയം കൊടുത്ത് കൂടുതൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ പഠിച്ച് തീരുമ്പോൾ തന്നെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഓൾറെഡി നല്ലപോലെ കവർ ചെയ്യും. ജസ്റ്റ് കവർ അല്ല, നല്ലപോലെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുകയാണെങ്കിൽ റീസണിങ്ങിന്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് റീസണിങ്ങിന്റെ സിലബസ്. ഈ റീസണിങ് സിലബസിൽ നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെയാണ് വന്നേക്കുന്നത്. അപ്പം അത് ഞാൻ ഇപ്പം റീസണിൽ നടന്ന എക്സാം വെച്ച് ഞാൻ അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇങ്ങനെയാണ് ഇപ്പം റീസണിൽ നടന്ന എക്സാമിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ഒരു കൗണ്ട് വന്നിരുന്നത്. ഓരോ ഷിഫ്റ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും മോസ്റ്റ് ഓഫ് ദി ഷിഫ്റ്റിലും നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് റേഞ്ച് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് 3 തൊട്ട് 4 ക്വസ്റ്റ്യൻ, ബ്ലഡ് റിലേഷൻ 2 ക്വസ്റ്റ്യൻ, സിലോജിസം 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ, അനോളജി ആൻഡ് ക്ലാസിഫിക്കേഷൻ 3 തൊട്ട് 4 ക്വസ്റ്റ്യൻ, നമ്പർ സീരീസ് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് 3 ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ നമുക്ക് 1 ക്വസ്റ്റ്യൻ, അതുപോലെ ഓഡ് വൺ ഔട്ട് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ, അതുപോലെ പേപ്പർ ഫോൾഡ് നമ്മുടെ ഇമേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേപ്പർ ഫോൾഡിംഗ്, പേപ്പർ കട്ടിംഗ്, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത് 1 ക്വസ്റ്റ്യൻ, അതുപോലെ മിസ്സിംഗ് ടേംസും മിസ്ലേനിയസ് ആയിട്ടുള്ള ടേംസ് അതൊക്കെ നമുക്ക് 1 ക്വസ്റ്റ്യൻ, അതുപോലെ കൗണ്ടിങ് ഫിഗേഴ്സിന്റെ 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇപ്പോൾ റീസെന്റ് നടന്നു, ഞാൻ നേരത്തെ പറഞ്ഞ 3 മാസം മുമ്പ് നടന്ന എക്സാം വെച്ച് ആണ് ഈ ഒരു ചാർട്ടും പ്രിപ്പയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ സമയം കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ ഇത് 2020-21 സമയത്തേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു റീസണിങ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. ബിക്കോസ് അവിടെയും നമുക്കിപ്പോൾ നോക്കുമ്പോൾ വലിയ വേരിയേഷൻ ഒന്നും ഇല്ല. നേരത്തെ പോലെ തന്നെ ഇവിടെ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഞാൻ ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടു കാണും അനലോഗി ആൻഡ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് നമുക്ക് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് കണ്ടത്. നിങ്ങൾ ഇവിടെ ഒന്ന് ഓടിച്ചു നോക്കിയേ, ഈ അനലോഗിയും അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ ആ ഗ്രാഫിൽ ഏറ്റവും നീളമുള്ള ബാറുകളല്ലേ അതെന്ന് പറയുന്നത്. അപ്പൊ അന്ന് 2021-22 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇതായിരുന്നെങ്കിൽ ഇപ്പം റീസണിൽ നടന്ന എക്സാമ്പിൾ ഇത് തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 2020-21 2025 കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത്രയും ടൈം ഗ്യാപ്പിൽ പോലും ആ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൽ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ വേണ്ടി നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ ആ ഒരു ജനറൽ അവയർനെസിന്റെ ഏരിയയിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് അതിന്റെ സിലബസ് ഓൾറെഡി നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു ജനറൽ അവയർനെസിന്റെ ഏരിയ ആണ് നമുക്ക് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതൊക്കെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ
കൊടുത്തേക്കുന്ന കഴിഞ്ഞ വട്ടത്തെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്ന സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചോദിച്ചിരുന്ന സിലബസ് എന്ന് പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ. ആൻഡ് നമ്മുടെ ഇപ്പം റീസെന്റ് നടന്ന എക്സാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ മന്തിൽ നടന്ന എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി അത് പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മിക്കവാറും ഷിഫ്റ്റുകളിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇതേപോലല്ല, നമുക്ക് വ്യത്യാസങ്ങളുണ്ട് ഓരോ ഷിഫ്റ്റിലും ഓരോ പോലെ. പക്ഷെ എന്നാലും അതിൻ്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ റേഞ്ച് പോരുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പൊളിറ്റി എടുക്കുകയാണെങ്കിൽ 2 to 3, ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ 2 to 3, സ്ട്രാറ്റജിക്ക് എടുക്കുകയാണെങ്കിൽ 2 to 3, അതുപോലെ ജനറൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് 2 to 3, അതുപോലെ ഇന്ത്യൻ എക്കണോമി എടുക്കുകയാണെങ്കിൽ 1 to 2, എൻവയോൺമെന്റ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ 1, അതുപോലെ ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 1 to 2, പിന്നെ ലിറ്ററേച്ചർ, ആർട്സ്, കൾച്ചർ അങ്ങനെയൊക്കെയുള്ള 1 to 2, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 to 3. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെയും ചോദിച്ചിരുന്നത്. അപ്പം ഇതും ഏറ്റവും ലേറ്റസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024-25 NTPC എക്സാം വെച്ചുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇതും മൈൻഡിൽ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജനറൽ അവയർനെസിന്റെ ഏരിയയും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓടിച്ചൊന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ ഇമ്പോർട്ടൻറ്റ് സിലബസ് കിട്ടി, അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി, ക്വസ്റ്റ്യൻസ് അടക്കം ഓരോന്നിനും എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ള നമ്പേഴ്സ് അടക്കം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന് പകരം എക്സാക്ട് എക്സാമിൽ ചോദിച്ച നമ്പേഴ്സോ വിത്ത് ഗ്രാഫോ അല്ലാതെ വിത്ത് ടേബിളോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് പ്രിപ്പറേഷനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മളിപ്പം കാണിച്ച പോലെ തന്നെ അത് ടോപ്പിക്സ് ഒക്കെ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് കവർ ചെയ്യുക ആദ്യമേ. പക്ഷെ അത് കൂടാതെ സിലബസ് കവർ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത 2-3 മാസത്തിൻ്റെ അകത്തൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ആ സിലബസ് കവർ ചെയ്യുക. പക്ഷെ അത് കൂടാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന്. അതുപോലെ തന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പുതിയ ടോപ്പിക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് റിവിഷൻ കൊണ്ടുപോകുക. ഫോർ എക്സാമ്പിൾ സാറ്റർഡേ സൺഡേസ് ഒക്കെ റിവിഷൻ വേണ്ടി മാറ്റി വെക്കുക. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഒരു രീതിയിൽ ആ പഠിച്ച കാര്യങ്ങൾ സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്യുക എന്ന രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നോട്ട് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റെസ്പെക്റ്റീവ് ടോപ്പിക്സ്. നമുക്ക് കാണാൻ പറ്റും ചില ടോപ്പിക്സ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നതാണെന്ന് എടുത്തു പറയാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ആ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് HCFLന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചില ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പം പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ചാപ്റ്റേഴ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് പറയുകയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ എല്ലാ എക്സാമിലും എപ്പോഴും ചോദിക്കുന്നതാണ്. ഡിവിസിബിലിറ്റി റൂൾ SSC ആയാലും ബാങ്കിൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ വരാറുണ്ട്. ഡിവിസിബിലിറ്റി റൂളിന്റെ ഒരു ക്വസ്റ്റ്യൻ വരല്ല. SSC-ലാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂളിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്പേഴ്സ് പകുതി കൂടുതലും ചോദിക്കുന്നത്. റെയിൽവേ എക്സാം വരുമ്പോഴും ഇഷ്ടംപോലെ ഡിവിസിബിലിറ്റി റൂളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഈ വട്ടവും ചോദിച്ചത്. പക്ഷേ അവിടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എന്താ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ചോദിക്കുന്നത് ഇപ്പം ചോദിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ചോദിക്കുന്നതൊക്കെ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ചോദിച്ച സമയത്ത് അവർ അതിനെ ചില പ്രൈം നമ്പറുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ വട്ടം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ഡിവിസിബിലിറ്റി റൂളാണ് 87. പക്ഷെ അവർ 87 എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് 29x3 ആണ് 87. ആൻഡ് 29 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാനോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനോ പറ്റും. പക്ഷെ അതിന്റെ കൂടെ എന്തുകൂടി അറിയണം, 29 കൂടി അറിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ചോദിക്കുന്ന നമ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതുകൂടാതെ അതിനെ ചില പ്രൈം നമ്പറുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ട്. 3 നേരത്തെ ചോദിക്കുന്ന നമ്പറാണ്, പക്ഷെ അതിനെ 29 ക്ലബ് ചെയ്തു. 3 × 29 87 എടുത്ത് ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. അപ്പോൾ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിലും ഇപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് 1-2 പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇപ്പം നമ്പർ സിസ്റ്റത്തിൽ ചോദിച്ചാൽ 100+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ക്ലാസ്സസിലും ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ സെഷൻസിലും ആപ്പിൻ്റെ അകത്തൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ ഡിസ്കഷൻസ് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ ആപ്പിലൊക്കെ ഈ ഒരു ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അതിനെ വളരെ ബ്രീഫായിട്ട് പറഞ്ഞ കാര്യത്തിനാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ആപ്പിൻ്റെ അകത്തൊക്കെ എൻട്രി ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഒരു പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു സിലബസ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ടൈം മാനേജ്മെന്റ് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ടൈം മാനേജ്മെന്റ് ശരിയായി വരത്തുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് സിലബസ് ഒക്കെ കവർ ചെയ്ത് എക്സാമിന്റെ ഡേറ്റ് വരട്ടെ എന്നിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ഒരു മോക്ക് വെച്ച് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു മോക്ക് വെച്ച് ചെയ്തു തുടങ്ങുക, എക്സാമിന്റെ ഡേറ്റ് വരുമ്പോൾ അതിനെ 3 മോക്കാക്കി മാറ്റുക. അതാണ് രീതി എന്ന് പറയുന്നത്. ഒരു മോക്ക് വെച്ച് ചെയ്തു തുടങ്ങുക, അത്യാവശ്യം സിലബസ് ഒക്കെ കവർ ആയി കഴിഞ്ഞാൽ പിന്നെ 2 മോക്കാക്കുക. എക്സാമിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് 3 മോക്കാക്കുക. അതാണ് യൂഷ്വൽ രീതി എന്ന് പറയുന്നത്.
നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ 2 മോക്കിലേക്ക് മാറണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ഈ 2 മോക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഡേറ്റ് വരുമ്പോൾ 3 മോക്കാക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല ഒരിക്കലും. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ 1-2 മോക്ക് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയിരിക്കണം. എനിക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്ട്സിൽ വീക്ക് ആണെങ്കിൽ അതും നേരത്തെ ഐഡന്റിഫൈ ചെയ്യണം. അത് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത്, ഇപ്പം ഞാൻ മാത്സ് വീക്കാണ്, മാത്സിന്റെ എനിക്ക് സെപ്പറേറ്റ് സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ആൻഡ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പഠിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇഷ്ടം പോലെ സോഴ്സുകൾ കളക്ട് ചെയ്ത് വെച്ച്, ഇഷ്ടമുള്ള ബുക്കുകൾ കളക്ട് ചെയ്ത് വെച്ച്, നോട്ട്സ് കളക്ട് ചെയ്ത് വെച്ച് എല്ലാം കൂടി ഒരുമിച്ച് ക്രൗഡഡ് ആക്കി പഠിക്കല്ല. അത് നേരത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു NTPC എക്സാമിന്റെ ഇപ്പോൾ റീസെന്റ് നടന്ന എക്സാമിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നേരത്തെ നടന്നിട്ടുള്ള എക്സാമിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയകളെ കുറിച്ചും നിങ്ങൾ ഫോക്കസിന്റെ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് ആയി കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എക്സാമിന് ഡേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ മോക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂട്ടുക, നല്ലപോലെ സ്കോർ കൂട്ടണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ ഏറ്റവും നല്ല പോസ്റ്റ്, ഏതെങ്കിലും ഒരു ജോലിയല്ല, ആ ഒരു NTPC എക്സാംസിലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പോസ്റ്റിനാണ് വിളിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല പോസ്റ്റ് തന്നെ കിട്ടണം എന്നൊരു രീതിയിൽ നിങ്ങൾക്കത് പ്രിപ്പറേഷൻ ഇപ്പോഴേ കൊണ്ടുപോയാലേ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ എൻട്രി ആപ്പിൽ NTPCക്ക് വേണ്ടി ബാച്ചസ് ഉണ്ട്. ഇപ്പോൾ RRB NTPC 2026 വേണ്ടി സൂപ്പർ 30 ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചസിൻ്റെ കൂടെയൊക്കെയും ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അതുപോലെ കോർ ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻസ് സെപ്പറേറ്റ് പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതുകൂടാതെ ആപ്പിൻ്റെ അകത്ത് AI സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഒക്കെ അനലൈസ് ചെയ്യാനൊക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണെന്ന് നിർബന്ധമില്ല. നിങ്ങളിപ്പോൾ ഒരു കോളേജിൻ്റെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോഴത്തേന് ഈ എക്സാം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. എക്സാം പാസ് ഔട്ട് ആയതിനു ശേഷം പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴത്തേന് 1 മാസം 2 ദിവസം കഴിയുമ്പോൾ എക്സാം വരും. അപ്പോൾ അതിനേക്കാൾ നല്ലതാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈവനിങ് ടൈമിലായിരിക്കും, നൈറ്റ് ടൈം ആയിരിക്കും നമ്മുടെ എന്താ പറയുക ഈ പറയുന്ന ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻസ് ഈ ബാച്ചസിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എവിടെ നിന്ന് അറിഞ്ഞ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിലേക്കൊക്കെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈവൻ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലോ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ബാച്ചസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസ് ചെയ്താന്നുള്ളത് പറഞ്ഞുതരും. നിങ്ങൾക്ക് ആ ബാച്ച് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാം. സോ എങ്ങനെയായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വരുന്നൊരു വെയിറ്റ് ചെയ്യാതിരിക്കുക. നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളരെ നേരത്തെ തന്നെ നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും ഇനിയും ലേറ്റ് ആയിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്ക് എങ്ങനെയായാലും ഒരു 6 മാസം എന്തായാലും കിട്ടും, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നല്ലപോലെ പഠിച്ച് തീർത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കോർ ഏറ്റവും നല്ല ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യുക. ഏറ്റവും നല്ല പോസ്റ്റ് കിട്ടണം, ജസ്റ്റ് എക്സാം ക്ലിയർ ചെയ്യണം എന്നല്ല, ഏറ്റവും നല്ല പോസ്റ്റ് കിട്ടണം എന്നൊരു മൈൻഡ് സെറ്റോടെ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ വഴി. അപ്പോൾ ചാനലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ഫ്യൂച്ചറിൽ മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു.